പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 4-ാം മാസത്തിൻ്റെ 9-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 71-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു, പിന്തുടർന്ന് പിടിപ്പീൻ, വിടുവിപ്പാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു. ചില ഘട്ടങ്ങളിൽ ദൈവവും കൂടെ നമ്മെ ഉപേക്ഷിച്ചിരിക്കുന്നുവോ എന്ന് തോന്നുന്ന അനുഭവങ്ങളിൽ കൂടെ നാം പോകേണ്ടതായി വരാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകാതിരിക്കുമ്പോൾ ഇവനെ രക്ഷിപ്പാൻ ആരും വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തകർക്കുവാൻ ശത്രുവും ശ്രമിച്ചെന്ന് വരാം. എന്നാൽ നാം സേവിക്കുന്ന ദൈവം അങ്ങനെ നമ്മെ ഉപേക്ഷിക്കുന്നവനാണോ? ഇസ്രായേലിലെ പ്രഥമ രാജാവായ ശൗലും അയൽ രാജ്യങ്ങളും ദാവീദിനെതിരായി നിന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം അതിൽ നിന്നെല്ലാം വിടുവിച്ച് ദാവീദിനെ ഇസ്രായേലിലെ രാജാവായി വാഴിച്ചു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ തൻ്റെ സ്വന്തം മകനായ അബ്സാലോം തനിക്കെതിരായി നിന്നത് നിമിത്തം ദാവീദിന് പ്രാണരക്ഷാർത്ഥം സിംഹാസനം വിട്ട് ഓടേണ്ടതായി വന്നു. തനിക്ക് നേരിട്ട വലിയ വിപത്തുകളുടെ നടുവിൽ ദൈവം പോലും തന്നെ കൈവിട്ടു എന്ന് മറ്റുള്ളവർ ആദ്യം രഹസ്യമായും പിന്നീട് പരസ്യമായും പറഞ്ഞു തുടങ്ങി. ഇനി തൻ്റെ ജീവിതത്തിൽ ഒരു മടങ്ങി വരവ് ഉണ്ടാവുകയില്ല എന്ന് പലരും പറഞ്ഞു. ആവർത്തിച്ച് പലരും പറയുന്ന ഓരോ വാക്കുകൾ നിമിത്തം തൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടമാക്കുവാൻ ദാവീദ് തയ്യാറായില്ല. ദാവീദ് ദൈവ ശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കുകയും ദൈവം തന്നോട് മുൻകാലങ്ങളിൽ അരുളി ചെയ്തിട്ടുള്ള വചനങ്ങളെ താൻ ഓർക്കുകയും ചെയ്തു. ലോകം മുഴുവനും ഒരുമിച്ച് നിന്ന് നെഗറ്റീവായി പറഞ്ഞാലും ദൈവം പറയുന്നത് പോലെ നടക്കുമെന്ന് വിശ്വസിക്കുന്നവനായിരുന്നു ദാവീദ്. ദൈവം തന്നോട് അഭിഷേകം ചെയ്തപ്പോൾ പറഞ്ഞത് മാറ്റം വരികയില്ല എന്ന് താൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പ്രിയ ദൈവവൈദ്യരെ, നമുക്കും രക്ഷയില്ല എന്നും ആരെല്ലാം പറഞ്ഞാലും നീതിമാന്മാരുടെ രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു എന്ന് നാം വിശ്വസിക്കണം. ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തിൽ നിന്ന് പോലും രക്ഷ ഉണ്ടാവുകയില്ല എന്ന് ആരെല്ലാം പറഞ്ഞാലും നാം അവരുടെ വാക്കിന് ചെവി കൊടുക്കാതെ ദൈവത്തിങ്കൽ ആശ്രയിക്കാം. ഹല്ലേലൂയ. ലോകം നമ്മെ നോക്കി പറഞ്ഞേക്കാം, ഇനി ഒരിക്കലും നീ നന്മ കാണത്തില്ല, നിന്റെ തലമുറയുടെ ഉയർച്ചകൾ നീ കാണത്തില്ല, തലമുറകളുടെ ഭാവികളെ നീ കാണത്തില്ല, നല്ലൊരു ഭവനം വെച്ച് നീ കാണത്തില്ല, സഭ അനുഗ്രഹിക്കപ്പെടത്തില്ല, നീ ശുശ്രൂഷയിൽ മടങ്ങി വരത്തില്ല, നീ ശുശ്രൂഷയിൽ ബലപ്പെടത്തില്ല. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മെ തളർത്തുവാൻ ലോകം നോക്കുമ്പോൾ മറ്റുള്ളവരുടെ വാക്കല്ല, ദൈവത്തിൻ്റെ വാക്ക് തന്നെ നമുക്ക് ആശ്രയിക്കാം. ചെങ്കടലിൻ്റെ മുന്നിൽ ആശയറ്റുപോയ ഒരു കൂട്ടം ജനത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് മോശ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറയുവാനിടയായി. സ്തോത്രം, ഹല്ലേലൂയ. ഫറവോന്റെ സൈന്യത്തെ കണ്ടും ഫറവോന്റെ ആയുധബലം കണ്ടും ഭയപ്പെട്ട ഇസ്രായേൽ ജനം ഇടത്തോട്ടും വലത്തോട്ടും പോകുവാൻ ഇനി ഒരു മാർഗവുമില്ല എന്ന് സ്തോത്രം ഭയപ്പെട്ട ജനം മുന്നേ നോക്കുമ്പോൾ ചെങ്കടൽ സ്തോത്രം മുന്നിൽ ഇരച്ച് സ്തോത്രം നിൽക്കുമ്പോൾ ഇനി രക്ഷയില്ല, ഇനി ഞങ്ങളുടെ ജീവിതം ഇവിടെ ഈ ചെങ്കടലിൻ്റെ തീരത്ത് അവസാനിച്ചു എന്ന് പറഞ്ഞു, ഞങ്ങളുടെ ജീവിതം ഇവിടെ അസ്തമിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വിലപിച്ച ജനത്തിന് വേണ്ടി ദൈവമാ സ്തോത്രം ഹല്ലേലൂയ ചെങ്കടൽ തുറന്നതുപോലെ ഇന്ന് പ്രഭാതം ആരൊക്കെ നെഗറ്റീവായി നിനക്കെതിരായി പറഞ്ഞാലും അനുകൂലമായ ഒരു ദൈവകരം കുഞ്ഞെ ഈ പ്രഭാതം നിനക്ക് വേണ്ടി വെളിപ്പെടുവാനിടയാകും. മനുഷ്യരെല്ലാവരും നമ്മെ ഉപേക്ഷിച്ചെന്നും ആരും നമ്മെ സഹായിച്ചില്ലെന്നും വരാം.
നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു വഴി കാണിച്ചു കൊടുക്കുവാൻ, ഒരു ജോലി ശരിയാക്കി കൊടുക്കുവാൻ, സാമ്പത്തികമായി സഹായിക്കുവാൻ, കടഭാരങ്ങളിൽ നിന്നും ഒന്ന് കൈത്താങ്ങുവാൻ തുടങ്ങി ഒന്നിനും ആരെയും കണ്ടില്ലെന്നും ആരും നമ്മെ സഹായിച്ചില്ലെന്നും വരാം. പക്ഷേ ദൈവം ഇതിന് എന്തു മറുപടിയാണ് പറയുന്നതെന്ന് നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായും അറിയുന്നു. ആമേൻ, ആമേൻ, സ്തോത്രം. നിശ്ചയമായും നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ആകയാൽ നാം പലരുടെയും വാക്കുകളുടെ മുമ്പിൽ പതറിപ്പോകാതെ നമ്മുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമേൻ ഇന്ന് പ്രഭാതം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ശത്രുവിൻ്റെ ആമേൻ പരിഹാസത്തിനും ആക്രമണത്തിനും നമ്മെ വിട്ടുകൊടുത്തിട്ട് മാറിപ്പോകുന്ന ഒരു ദൈവത്തെ അല്ല കുഞ്ഞെ നാം സേവിക്കുന്നത്. ആകയാൽ പ്രിയ ദൈവവൈതരെ, മറ്റുള്ളവരെന്തും പറയട്ടെ, നാം അവരുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ തിരുവചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. നീ വാഗ്ദത്തം കേട്ടൊരു ദൈവവൈതലാണോ? വാഗ്ദത്തം നിന്റെ മേലുണ്ടോ? അവൻ വാഗ്ദത്തം നിവർത്തിയാകുവാൻ നിന്റെ മേൽ ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ അവൻ ആ വാഗ്ദത്തം നിറവേറാതെ ഈ ഭൂമിയിൽ നിന്ന് കുഞ്ഞെ നിന്നെ ദൈവം മാറ്റത്തില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ആമേ പ്രത്യാശ വയ്ക്കണം കേട്ടോ. ഈ പ്രഭാതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കണം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ആകയാൽ നാം മാനുഷിക വാക്കുകൾ കേട്ട് തളർന്നു പോകാതെ ദൈവശബ്ദത്തിനായി കാതോർക്കാം. അതിനായി ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. പലരും ദൈവദാസന്മാർ ശാസിക്കുമ്പോൾ സഭയും ആത്മീയ ജീവിതവും വിട്ട് പിന്മാറ്റത്തിലേക്ക് പോകുന്ന അനവധി പേർ പെരുകി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ആമേൻ, സ്തോത്രം. പെനീന ഹന്നയെ നോക്കി ആമേൻ, സ്തോത്രം, ഓരോ ദിവസം തോറും എത്രമാത്രം ആമേൻ വ്യസനിപ്പിച്ചു കൊണ്ടിരുന്നു. ആമേൻ. എന്നാൽ വിശ്വാസം ത്യജിക്കാനോ ആലയം വിട്ട് പിന്മാറാനോ അവൻ തയ്യാറായില്ല. പ്രാർത്ഥനയിൽ തളർന്നു പോകാതെ ഹന്ന ദൈവസന്നിധിയിൽ ബലപ്പെട്ട് പ്രാർത്ഥിപ്പാനിടയായി. മനോവ്യസനത്തോടുകൂടെ പ്രാർത്ഥിച്ച ഹന്നയുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തുവെങ്കിൽ ഒരു ഗോലിയോത്തിൻ്റെ വെല്ലുവിളിയുടെ ശബ്ദം കേട്ടിട്ട് പതറിപ്പോകാതെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടുനിന്ന ദാവീദിന്റെ മുന്നിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ കുഞ്ഞെ സ്തോത്രം, ഹല്ലേലൂയ, നീ ബാധ്യതകളെ നോക്കി ഭയപ്പെടുകയാണോ? നിന്റെ തലമുറകളെ ഓർത്ത് നീ ഭയപ്പെടുകയാണോ? അവിടെ ഭാവിയെ ഓർത്ത് ഭയപ്പെടുകയാണോ? സ്തോത്രം, ഹല്ലേലൂയ. ദൈവസഭയെ ഓർത്ത്, വിശ്വാസ മക്കളെ ഓർത്ത്, ദൈവദാസന്മാരെ ഓർത്ത്, സംഘടനകളെ ഓർത്ത് നീ ഏതിനെ ഓർത്താണ് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇന്ന് പ്രഭാതത്തിൽ ഭയം മാറ്റിവെച്ച് ദൈവത്തിൽ ആശ്രയിക്കാമോ? ദൈവം നിനക്കായി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയാകും. അതുകൊണ്ട് ദൈവം ഹന്നയുടെ പ്രാർത്ഥനയുടെ മറുപടി നൽകി അവളെ ആദരിച്ചതുപോലെ നമ്മെയും ആദരിക്കുന്ന ഒരു ദൈവം നമുക്കായി ഉണ്ട്. നമ്മുടെ കണ്ണുകളെ ദൈവത്തിനടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഭയവും നിരാശകളും നീങ്ങട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം സ്തോത്രം ഉപേക്ഷിച്ചിരിക്കുന്നുവെന്ന് ചിലപ്പോൾ പലരും പറഞ്ഞേക്കാം. ദൈവം അവനെ കൈവിട്ടു എന്ന് പലരും പറഞ്ഞേക്കാം. ഇനി അവൻ ഒരിക്കലും മടങ്ങി വരത്തില്ല, ഇനി രക്ഷ പ്രാപിക്കത്തില്ല എന്ന് ചിലപ്പോൾ പലരും പറഞ്ഞേക്കാം. മുടിയനായ പുത്രനെ നോക്കി പലരും പറഞ്ഞിട്ടുണ്ട്, ഇവൻ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. അപ്പൻ്റെ സമ്പത്തെല്ലാം കൊണ്ടുവന്ന് അവൻ നശിപ്പിച്ചു, ഇനി ഒരിക്കലും അവന് ജീവിതത്തിലേക്ക് ഉയർച്ച പ്രാപിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന മുടിയൻ പുത്രൻ്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചതുപോലെ, അപ്പൻ സ്തോത്രം ആദരിച്ചതുപോലെ ഈ പ്രഭാതവും മാനുഷിക ശബ്ദങ്ങൾ കേട്ട് മാനുഷിക ശാപവാക്കുകൾ കേട്ട് പതറിപ്പോകല്ലേ കുഞ്ഞെ. ഇന്ന് പ്രഭാതം ദൈവത്തിൽ ആശ്രയിക്കാമോ? പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ സ്തോത്രം, മാനുഷികമായ ശബ്ദങ്ങൾ കേട്ട് ഞങ്ങൾ പലപ്പോഴും പതറിപ്പോയിട്ടുണ്ട് കർത്താവേ, ഭാരപ്പെട്ടു പോയിട്ടുണ്ട്.
ആമേ ക്ഷീണിച്ചു പോയിട്ടുണ്ട് കർത്താവെ. എന്നാൽ ഇന്ന് പകൽ കർത്താവെ ദൈവവചനം ഞങ്ങളെ ആശ്വസിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ഈ പ്രഭാതം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യൗവനക്കാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നല്ല കർത്താവെ ഭാവികൾക്കായി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ആമേ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ, സ്തോത്രം ഹല്ലേലൂയ. കടഭാരങ്ങളിലായിരിക്കുന്നവരുണ്ട്. രോഗികളായി ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. എൻ്റെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കണമേ, സമാധാനവും സന്തോഷവും സ്വർഗം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് പ്രഭാതം ദൂരത്തും ചാരുത്തുമായിരിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏകാന്തതയുടെ അനുഭവങ്ങൾ, വാർദ്ധക്യ ബലഹീനതകൾ, ശാരീരികമായ ക്ഷീണങ്ങൾ കർത്താവെ, ഏതൊക്കെ അവസ്ഥകളിൽ ഭാരപ്പെടുന്നു, ഒരു രക്ഷയ്ക്കായി, ഒരു സമാധാനത്തിനായി, ഒരു വിടുതലിനായി, ഒരു ആശ്വാസത്തിനായി കരയുന്ന ദൈവമക്കളുടെ നടുവിൽ ദൈവം അത്ഭുതം ചെയ്യും, മഹത്വം എടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു.